അത് ശരി, നിങ്ങൾ ഇനിയും ഭക്ഷണം കഴിക്കാൻ പോയില്ല? എത്ര നേരം എന്നറിയാം ഫുഡ് ടേബിളിൽ വിളമ്പി വെച്ചിട്ട്? തണുത്തു പോകില്ലേ അത്? തണുത്തുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയ പോരെ. നിക്ക്, ഞാൻ വരാം, കുറച്ച് കേട്ടെ. ഇനിയും കുറച്ച് കേട്ടെന്നോ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ വിശക്കൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്നെ. അതുകൊണ്ട് ഞാൻ കുഞ്ഞിന്റെ കാര്യം പോലും നോക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ ടേബിൾ വെച്ചിരിക്കുന്നത്. എത്ര നേരമായി കുറച്ച് കേട്ടെ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പണി ഒരുങ്ങിയ അടുക്കളയില്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ. പിന്നെ ഉച്ചയ്ക്കത്തെ പണി തുടങ്ങണ്ടേ അടുത്തായിട്ട്? ഒന്ന് വന്ന് കഴിക്കാൻ നോക്ക്. നിന്റെ സൗകര്യത്തിനനുസരിച്ച് വേണോ ഞാൻ വന്ന് ഭക്ഷണം കഴിക്കാൻ? ഞാൻ നിന്നോട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 10-20 മിനിറ്റ് എടുത്തു നീ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ. അപ്പഴത്തേനും എന്റെ വിശപ്പ് പോയി. ഇനിയിപ്പോ എന്തായാലും ഇത് കഴിയട്ടെ, എന്നിട്ട് വരാം. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. വേറെ ഒന്നും വേണ്ട, നമ്മൾ കഷ്ടപ്പെട്ടല്ലേ അവിടെ പണിയെടുക്കുന്നത്, അതിനെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിച്ചൂടെ? ഓ പിന്നെ വലിയ കഷ്ടപ്പാട്. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ടേബിളിൽ കൊണ്ട് വെക്കുന്നല്ലേ വലിയ ആന പണി. നിനക്ക് വേറെ പണിയൊന്നുമില്ല. അവനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവർ വിളിച്ചോണ്ട് നടക്കേ. നീ കഴിച്ചോ എന്തെങ്കിലും? ഞാൻ കഴിച്ചൊന്നുമില്ലമ്മേ. ഏട്ടൻ കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചാൽ പിന്നെ അത് മതി ഇന്നത്തേക്ക്. കുറച്ചായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവന് വേണ്ട പറഞ്ഞ മോള് പട്ടിണി ഇരിക്കുവോ? ഇത്രയും നേരം പണിയെടുത്ത് നടന്നതല്ലേ. അവൻ വരുമ്പോ വരട്ടെ, മോളെ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക്. നേരത്തെ അത്രയും വിശക്കണമെന്ന് പറഞ്ഞിട്ടാ ടേബിളിൽ ഫുഡ് എടുത്ത് വെച്ചത്. എന്തായാലും വരാന്ന് പറഞ്ഞല്ലേ വരട്ടെ. നീ വരാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, വന്നില്ലാലോ. അവൻ എപ്പോഴും ഉള്ളത് ഈ കളിപ്പിക്കല്. എത്രയും നേരം ഫോൺ നോക്കിയിരുന്നു, ഇപ്പൊ പേപ്പറും വായിച്ചിരിക്കണം. മോള് പോയി കഴിക്കാൻ നോക്ക്. അല്ലമ്മേ, അത് നിനക്ക് വല്ല തലവേദനയോ പനിയോ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം പോലും അവനെടുത്തതില്ല. നീ അത് നിന്റെ ശരീരം നന്നാക്കാൻ നോക്കും മോളെ. അല്ല പിന്നെ ഏട്ടൻ വന്നാലോ? പുറത്തുനിന്നൊരു യുദ്ധം ചെയ്യാൻ വരുമെന്നല്ലോ. നിന്റെ ഭർത്താവനല്ലേ, നീ എന്തിനെങ്ങനെ പേടിക്കുന്ന? ഞാൻ പറയേണ്ടത് പറഞ്ഞു, നീ എന്തോ ചെയ്യും. എടാ, ഭക്ഷണം തണുത്തുണ്ടെങ്കിലേ ഒന്ന് ചൂടാക്കി വെക്ക് കേട്ടോ. നീ എന്നെ കഴിക്കാൻ വിളിച്ചിട്ട് നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന? പിന്നെ എത്ര നേരം വെച്ച് നിന്നെ കാത്തു നിൽക്കുക? അത് ശരി. അപ്പൊ നീ എന്നെ വേറൊരു ഫോർമാലിറ്റി വിളിച്ചാലേ? ഞാൻ വിചാരിച്ചു ഭർത്താവിന് വേണ്ടി ഭാര്യ ഭക്ഷണം വിളമ്പിച്ച് സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്. ഞാൻ 2 മിനിറ്റ് വരാൻ വൈകിയപ്പോഴത്തേനും നീ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതാണ് പറയുന്ന ഭാര്യ എപ്പോഴും ഭാര്യ തന്നെയാണ്. എന്റെ അമ്മേനെ നോക്ക്, അമ്മ എനിക്ക് ഫുഡുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യിക്കുക. ഇതാണ് അമ്മേന്റെ സ്നേഹം. പിന്നെ എനിക്ക് വട്ടല്ലേ, നീ എപ്പോഴാ വരുന്നവന്റെ കാത്തിരിക്കുക. ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാ. നിന്റെ ഭാര്യനെ പോലെ ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ നേരത്തെ 2 ദോശ കഴിച്ചു, ഇപ്പൊ കുറച്ച് ചോറ് എടുത്ത് കഴിക്കട്ടെ. നല്ല അമ്മയും മോളും. എനിക്കെന്താ ഭക്ഷണം എടുത്തു വെക്കാത്തത്? ഞാൻ ഇത്രയും കഴിച്ചിട്ടുണ്ടോ? അതിന് ഇപ്പോഴല്ലേ വന്നുള്ളൂ. വരാത്തമ്മന് ചോറ് വിളമ്പേക്കണ. ഇതിപ്പോ അവളും കഴിച്ചതാ, ഞാനും കഴിക്കാൻ പോകുന്നു. നിനക്കുള്ളത് അടുക്കളയിലുണ്ട്. എന്താ വേണ്ടതൊക്കെ കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ച് കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കി. ഞാനോ? പിന്നെ വേറെ ആര്? നീ ഇത്ര നേരം പേപ്പറും വെച്ച് വെറുതെ ഇരുന്നതല്ലേ. ഞങ്ങൾ 2 ഇത്രയും നേരം പണിയെടുത്തതാ. മോളെ, നീ കഴിച്ചിട്ടുണ്ടെന്ന് അങ്ങോട്ട് കാട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയേ ആ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന രാജേഷിന്റെ ഭാര്യനെ വിളിച്ചിട്ട് ഏതെങ്കിലും ബൈക്കിനെ കുറിച്ച് അന്വേഷിച്ചോ? ആ വിസ്മയനല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് അവള് വർക്ക് ചെയ്യുന്ന ഷോറൂമില് ബൈക്കിന്റെ പുതിയ കുറെ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ എന്തോ ഡൗൺ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട, അവള് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാന്ന്. അപ്പൊ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്താ വിചാരിച്ചേ? വെറുതെ ബൈക്ക് വീട്ടിൽ മുറ്റത്ത് എത്തുന്നോ? എടി, മാസം നല്ല തുക എണ്ണി കൊടുക്കേണ്ടി വരും. അത് നീ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നിന്റെ അച്ഛൻ വന്ന് കൊടുക്കുവോ? അവളുടെ അച്ഛൻ ചെയ്ത് കൊടുക്കണം, പിന്നെ നീ എന്തിനാ അവിടെ? അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തല്ലാണ് ഇങ്ങോട്ട് വിട്ടത്. ഇനി അങ്ങനെ ബുദ്ധിമുട്ടിക്കാനാ? എന്റെ അമ്മേ, ഈ ബൈക്കിന് തന്നെ എണ്ണ അടിക്കാൻ പെടുന്ന പാടെ എനിക്കറിയാം. അതിന്റെ ഇടയ്ക്കാണ് 2 ബൈക്ക്. ബൈക്കിൽ പോലും പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് നിന്റെ കഴിവ് കേട്. 10,000 കിട്ടും 100 രൂപ അല്ലേ ഇവിടെ കൊണ്ട് തരുള്ളൂ. നിന്റെ കൂട്ടുകെട്ടൊന്ന് കുറയ്ക്കി, അപ്പൊ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവും. അവന്റെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. അവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഇവിടുത്തെ. അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവള് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ. അപ്പൊ അവൾക്ക് ബൈക്കിന്റെ ആവശ്യമില്ല. അതിന് അവൾ നിന്നോട് പറഞ്ഞോ ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കാന്നുള്ളത്? നീ നാളെ മുതൽ ജോലിക്ക് വന്ന് നോക്കിയോട്ടാ. മതി ഇവന്റെ ചേച്ചി കണക്ക് കേട്ടത്. ഇവളോട് ജോലിക്ക് പോകാനോ? അമ്മ എന്താണ് പറയുന്നത്? ഇവള് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ആര് നോക്കും?
അമ്മ നോക്കോ, അമ്മ ഈ കുട്ടികളെ എടുക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടാണ് ഇവളുള്ളതുകൊണ്ടാണ് ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. എന്നിട്ട് അവളോട് ജോലിക്ക് പോയിക്കോന്ന്. അമ്മ എന്ത് കണ്ടിട്ട് പറയുന്നത്? അപ്പൊ നിനക്കറിയാം അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് അല്ലേ? നിനക്ക് എന്തിനാ വണ്ടി വേണ്ടത് അവനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടാ. അത് പേട്ടന് അറിയാത്ത കാര്യമൊന്നല്ലല്ലോ. വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ കുട്ടീനെ സ്കൂളിൽ വിടാനും അവനെ വിളിക്കാനും അവന്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനല്ലേ പോകുന്നത്, അല്ലാണ്ട് ഏട്ടനല്ലല്ലോ. എനിക്ക് എന്തായാലും ഒരു വണ്ടി വേണം, അല്ലാണ്ട് ഒന്നും നടക്കൊന്നുമില്ല. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ, കുറെ വർഷങ്ങളായില്ലേ പറയുന്നത്. എപ്പോ ചോദിച്ചാലും പറയും ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ പൈസ ഇല്ലാന്ന്. ഇനി അങ്ങനെ പറ്റില്ല. ഞാൻ തീരുമാനിച്ചതാ വണ്ടി വേണമെന്നുള്ളത്. നീ തീരുമാനിച്ചാണെങ്കിലേ നീ തന്നെ പൈസ ഉണ്ടാക്കി അങ്ങോട്ട് വാങ്ങ. 5 പൈസ ഞാൻ തരില്ല. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? നീ അവളെ വിളിച്ച് പറയേ ബൈക്ക് വേണമെന്നുള്ളത്. പൈസ നിന്റെ ഭർത്താവ് തരും പറയും, ബാക്കി ഞാൻ നോക്കിക്കോളാം. വിസ്മയ എന്നോട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാൻ പോവാ. പൈസന്റെ ഡീലിങ്സ് എങ്ങനെയാന്ന് വെച്ചാല് അത് ഏട്ടൻ നോക്കിയാൽ മതി. ഓ, ഈ അമ്മയും മോളും കൂടെ എന്തൊക്കെ ഇവിടെ കാണിച്ചു വിട്ടുന്നത്. ഞാൻ എടുക്കാൻ വരാ. അമ്മ വിളിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനേ നിന്റെ ഈ നെക്ലേസ് ഒന്ന് എടുത്ത് നോക്കിയതാ. ഇത് എത്ര പവനാ? 3-4? അതൊന്നും ഞാൻ പറഞ്ഞിട്ട്. അത് വേറൊന്നുമല്ല, കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നതേ, ഇത് നമ്മുടെ സേട്ടുവിന്റെ ജ്വല്ലറി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറയുന്ന പൈസ തരും. അത് ഞാൻ നിന്നോട് ചോദിച്ചേ. അത് ശരി, പണയം വെക്കാൻ വേണ്ടി നോക്കിയതായിരുന്നോ? അത് നടക്കും. സുജാതേശന്റെ മോളെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിട്ട് ഞാൻ അത് എടുത്തു വെച്ചതാ. ഇന്ന് വരെ ഇല്ലാത്ത പൈസന്റെ ആവശ്യം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായത് ഇത് കണ്ടപ്പോ. എടോ, പൈസേന്റെ ആവശ്യം അല്ലെങ്കിലുണ്ട്. ഞാൻ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണല്ലോ വിചാരിച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. ഇത് പിന്നെ വെറുതെ ഇങ്ങനെ ഷെൽഫിൽ കിടക്കല്ലേ. ഒരു ജ്വല്ലറിയിലോ ബാങ്കിലോ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പൈസയും കിട്ടും, നമ്മുടെ കാര്യം നടക്കും. അങ്ങനെ നിങ്ങൾ കാര്യം നടത്താൻ നോക്കണ്ട. ഞാൻ അത് വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചതാ, അതവിടെ വെച്ചേക്ക്. ഓ, ഇതിട്ടിട്ട് കല്യാണത്തിന് പോകുന്നല്ലോ നിന്റെ ആവശ്യം. എടി, ഇതിട്ടിട്ട് കല്യാണത്തിന് പോയിട്ട് 4 ആൾക്കാരെ കാണിക്കുന്നതാണോ, അതോ ഭർത്താവിനൊരു ആവശ്യം വരുമ്പോ എടുത്തു കൊടുത്ത് സഹായിക്കുന്നതാണോ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ നിങ്ങളെ സഹായിച്ച ഉത്തമ ഭാര്യ ആകണ്ട. നിങ്ങളെ മാല അവിടെ വെച്ചേ. എടാ, ഞാൻ നിനക്ക് ഇതുപോലത്തെ 10 മാല വാങ്ങി തരും. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവട്ടെ. ബിസിനസ്സോ? അതിന് ഏത് ബിസിനസ് ഡെവലപ്പ് ആക്കാൻ മാത്രം? അതാണ് പറയുന്നത്. നീയേ കാര്യം അറിയുന്നതിന് മുമ്പ് തോക്ക് കയറി വെടിവെക്കും. ഇതാണ് നിന്റെ കുഴപ്പം. ഞങ്ങൾ കൂട്ടുകാരന്മാരെ കുറിച്ചായിരുന്നിട്ടേ, ആ സിറ്റി മോളിലെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല ബിൽഡിംഗ് ആണ്. അതിലൊരു ഹോട്ടല് തുടങ്ങണമെന്നാണ് പ്ലാൻ. അപ്പൊ അതിലേക്ക് കുറച്ച് ഗ്ലാസ് അങ്ങനെയുള്ള ഒരു ഹോട്ടലിന്റെ ഒരു സെറ്റപ്പ് ഒരുക്കണം. അപ്പൊ അതിന് കുറച്ച് പൈസ ചെലവാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. അപ്പൊ കണ്ടുവച്ച സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിടാൻ വേണ്ടിയിട്ടാണോ ഈ നെക്ലസ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടുകാരന്മാരും ഇല്ലേ? അവർക്കും ഇല്ലേ ഭാര്യമാര്? അവരെ ഭാര്യമാരെ നെക്ലസോ മാലയൊക്കെ കൊണ്ടുപോയിട്ടേ ആദ്യം നിങ്ങൾ സ്ഥലം വാങ്ങിയിടും, എന്നിട്ട് വാ നെക്ലസിന്, അപ്പൊ ഞാൻ തരാം. എടാ, അവരെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നീ ഒന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സത്യം പറയാലോ നിന്നോട്, എല്ലാവർക്കും പണിയും ഇല്ല. അപ്പൊ ബിൽഡിംഗ് അവർ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാലോ എന്ന്. പിന്നെ ആ കൂടെ അവർക്കൊരു പ്രതീക്ഷ ഞാനാ. അപ്പൊ ഈ മാല കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് നടത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംഭവമാണ്. അത് നീ ഓർക്കണം. ജോലിയും കൂലി ഇല്ലാതെ തേരാപ്പാൻ നടക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കൊടുക്കാനുള്ളതല്ല എന്റെ നെക്ലസ്. മര്യാദയ്ക്ക് അതവിടെ വെച്ചോ. നീ എന്താടി കിടന്ന് ആജ്ഞാപിക്കുന്നത്? ഇത് കൊണ്ടുപോവാനേ എനിക്ക് ഇതിന്റെ പെർമിഷൻ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊണ്ടുപോയിരിക്കും. നീ എന്താണ് അവള് ഭീഷണിപ്പെട്ടത്? മീന് വന്നാൽ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണ്. നിന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നു. ഓ, എത്തി. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴത്തേന് അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി വരും. അമ്മ തൽക്കാലം ഈ കാര്യത്തിൽ ഇടപെടണ്ട. അങ്ങനെയാണ് നീ പതുക്കെ സംസാരിക്കും. ഇതിപ്പോ നിന്റെ ഒച്ച കേട്ട് നാട്ടുകാർ പോലും ഓടി വരും. ഇനിയിപ്പോ ഒന്നും സംസാരിക്കാനില്ല, ഞാൻ തീരുമാനിച്ചതാ. അമ്മയ്ക്ക് വല്ല മീനോ ചിക്കനോ ചെന്ന് വാങ്ങാണ്ടി ചെന്ന് വാങ്ങിട്ട് വാ. നിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതൊന്നും അല്ലേ. എന്റെ വീട്ടിൽ ഇത്രയും ഒച്ചയിൽ സംസാരിക്കുമ്പോ എന്താണെന്ന് അറിയാനല്ലോ. എനിക്ക് സോഫയിൽ ഇരിക്കാലോ. അമ്മ നിക്കമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ്റെ നെക്ലസ് കൊണ്ടുപോവാൻ നിൽക്കുക. എടി, നീ എന്തിനാണ് ഈ വെറുതെ അമ്മേനോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത്? ഞാനേ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് നിന്റെ സ്വർണ്ണം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവളുടെ കൊണ്ടുപോകുന്ന സ്വർണം മുഴുവൻ നീ കൊണ്ടുപോയില്ലേ? ആ പഴയ നെക്ലസ് മാത്രമല്ലേ ഉള്ളൂ. അത് നീ കൊണ്ടുപോയിട്ട് വിവരം അറിയും. ഇതെന്റെ അമ്മ തന്നെയാണോ അതോ അമ്മായിന്റെയാണോ? അമ്മ കുറച്ച് മൈത്രൊക്കെ സംസാരിക്കാൻ പഠിക്കും. ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് കൊണ്ടുപോകുന്ന മോനൊന്ന് രക്ഷപ്പെടട്ടെ.
ഇനി നിനക്ക് എന്ത് ബിസിനസ് എടാ? ആ ബിസിനസിന്റെ പേരും പറഞ്ഞ അവൾ ഉള്ള സ്വർണം മുഴുവനും കൊണ്ടുപോയില്ലേ? ഇപ്പൊ നിനക്കൊരു ജോലി ഉണ്ടല്ലോ, ആ ഉള്ള ജോലി ഉറച്ചു നിൽക്ക്. അവളെ സ്വർണം കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. ഇന്ന് ഈ തൊട്ട വീട്ടില് കല്യാണമല്ലേ, ഈ നൂല് പോലെ ചെയിൻ ഇടാണ് അവള് പോകുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. നിനക്ക് വേണമെങ്കിൽ ഉൾപ്പുണ്ടാവില്ല ഈ നൂല് പോലത്തെ ചെയിൻ ഇട്ട് അവളിൽ അങ്ങോട്ട് അയക്കേ. എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്, അത് കാരണം നെക്ലസ് അവൾക്ക് വേണം. നീ എടുത്തവിടെ തന്നെ വെക്കി. എടുത്ത് നിന്റെ പണി നോക്കി നീ പോവാൻ നോക്ക്. നിന്റെ നാവ് നിരി പൊങ്ങുന്നില്ലായിരുന്നു. അമ്മ നിന്റെ മുന്നിൽ അത്രയും ഡയലോഗ് അടിച്ചിട്ട് പോയത്. നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞൂടെ അതെന്റെ ഭർത്താവാണ്, എന്റെ സ്വർണ്ണം എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല നിൽക്കുന്നത്. അതും കേട്ടിട്ട് മിണ്ടാണ്ട് നിന്നിരിക്കവള്. അതങ്ങ് തന്നെ. നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നു. ഇങ്ങനത്തെ ഒരു അമ്മായിമ്മയും മരുമോളും. സാധാരണ എല്ലാ വീടുകളിലും അമ്മായിമ്മ മരുമോളും അടിയായിരിക്കും. അതെങ്ങനെ തീർക്കാൻ നോക്കിയിട്ടായിരിക്കും ആണുങ്ങളുടെ പ്രശ്നം. ഇവിടെ നേരെ തിരിച്ച് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു അമ്മ, ഇങ്ങനത്തെ ഒരു ഭാര്യ. ഇവരെ രണ്ടുപേരും ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒന്നിനൊരു വിലയുണ്ടാവില്ല. ഇവരെ തമ്മിൽ തെറ്റിച്ചാൽ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായി പോകുള്ളൂ. അമ്മ ഇത് നെക്ലസ് കിട്ടി. നിനക്ക് നാണമുണ്ടോ? ഇത് കിട്ടി പറഞ്ഞ എന്റെ അടുത്ത് വന്ന് നിൽക്കേ. കൊടുക്കാതിരിക്കാനുള്ള കഴിവാ വേണ്ടത്. എത്ര കണ്ടാലും കൊണ്ടാലും നീ പഠിക്കില്ല. ഞാൻ എന്താമ്മേ ചെയ്യാ? ചോദിച്ചിട്ടല്ലോ ഒന്നും കൊണ്ടുവന്നത്. ഇത് പിന്നെ ഞാൻ കണ്ടത് കൊണ്ട് തപ്പ എന്റെ കയ്യിലുണ്ട്. അതന്നെ ഞാൻ പറയുന്നത്. പെൺപിള്ളേരെ കുറച്ച് തന്റെ ഇടം വേണം. ഞാൻ അവനെ കുറ്റം പറയില്ല. തെറ്റ് മുഴുവൻ നിന്റെ കയ്യില. ഒന്നില്ലേ നല്ല ഭർത്താവായിരിക്കണം, അല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് വേണം. ഇത് രണ്ടും ഇല്ല നിനക്ക്. പെണ്ണ് കാണാൻ ആ സമയത്തെ ചെക്കന്റെ തണ്ടും തടിയും കണ്ട് തേനൂർന്ന വർത്തമാനം കണ്ടിട്ട് എനിക്ക് ഇതന്നെ മതി, അവൻ ചാടി ഇറങ്ങല്ലേ വേണ്ടത്. അവൻ നല്ല ജോലിയുണ്ടോ, കൊണ്ടുവന്നെ പൊന്നുപോലെ നോക്കാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങണമെങ്കിൽ. ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്ക് എന്റെ മോനെ കല്യാണം മുടക്കാൻ പറ്റുമോ? കല്യാണത്തിന് മുൻപ് അവൻ ജോലിക്ക് പോകും, ചിലപ്പോൾ ലീവ് എടുക്കും, ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങി നടക്കും. അവന്റെ കിട്ടിയിട്ട് വേണ്ട ഇവിടെ ചെലവ് കഴിയും. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയാണ് ഞങ്ങൾ വലുതും അറിയും. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 5-6 മാസം നിങ്ങൾ കറങ്ങി നടന്നതല്ലേ. നിങ്ങൾ എന്താ സംസാരിച്ചത്? വ്യക്തികൾ നിങ്ങൾക്ക് അവനെ കുറിച്ച് അന്വേഷിച്ചൂടെ? ഇതിപ്പോ അവസാനം എനിക്ക് തലവേദനയായി. അമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പെൺപിള്ളേര് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടൊന്നും ചിന്തിക്കില്ലല്ലോ. ഇതുകൊണ്ടാണ് പല പെൺപിള്ളേരും പെട്ടുപോകുന്നത്. അധികം ഒന്നും ചിന്തിക്കില്ല, വേഗം എടുത്ത് ചാടും. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും എന്നെ പോലെ അമ്മായിമ്മ കിട്ടണമെന്നുണ്ടോ? അപ്പൊ ഞാൻ നിന്റെ കൂടെ നിന്നപ്പോ ശരി, അല്ലെങ്കിലോ നീ ഒറ്റപ്പെട്ടു പോവില്ലേ? ഇനിയെങ്കിലും നോക്കി കണ്ടിട്ടൊക്കെ നിൽക്ക്. എനിക്ക് എപ്പോഴും നിങ്ങളുടെ രണ്ടാളുടെ കാര്യങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. കുറച്ച് തന്റെ അടുത്തോടെ ജീവിക്കാൻ നോക്ക്.